ഓൺലൈൻ ആപ്ലിക്കേഷൻ കുറച്ച് കുട്ടികൾക്കെങ്കിലും, അതായത് മൊത്തം അപ്ലൈ ചെയ്യുന്നതിൽ ഒരു 10% ഇപ്പോഴും ചെയ്യാൻ പറ്റാത്തതായിട്ട് നിൽപ്പുണ്ട്. അതാണ് നമുക്കൊരു അല്പമെങ്കിലും ആകുലതകൾ ഉണ്ടാക്കുന്നത്. കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന മെഡിക്കൽ കോളേജുകളിലെ MBBSനും BDSനും അതുപോലെ മറ്റ് മെഡിക്കൽ അലൈഡ് കോഴ്സുകൾക്കും ഒക്കെ നമ്മൾ കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ ഇവിടെ പ്രവേശനം കിട്ടുകയുള്ളൂ. കേരളത്തിൽ എന്താണ് കീം 2024 അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യത എന്താണ്? ഇവിടുത്തെ സ്റ്റേറ്റ് കോട്ട സീറ്റ് കിട്ടാനുള്ള അടിസ്ഥാന യോഗ്യത എന്താണ്? അപ്പം നീറ്റിൽ നിന്നും തികച്ചും വിഭിന്നമായിട്ട് എന്തൊക്കെ റിസർവേഷൻ നമുക്ക് വേണോ? മൈനോറിറ്റി ആവാം, NRI ആവാം, EWS ആകാം, എന്ത് സർട്ടിഫിക്കറ്റ് നമ്മൾ ഇപ്പോൾ തയ്യാറാക്കി വെക്കണം. ലക്ഷക്കണക്കിന് ഡിഗ്രി സീറ്റുകൾ, അതൊരു കുട്ടി ആഗ്രഹിക്കുന്ന ഏത് കോഴ്സുകൾക്കും ഏറ്റവും നല്ല സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഏറ്റവും ചിലവ് കുറഞ്ഞ് പഠിക്കാനുള്ള മെയ് 15 മുതൽ മെയ് 31 വരെ നടക്കുന്ന പരീക്ഷയാണ് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം. ഇതുവരെ നമ്മൾ ചെയ്തത് നമുക്ക് എളുപ്പമുള്ളതിന് നമ്മൾ കൂടുതൽ പഠിക്കുകയായിരുന്നു. ഇപ്പോൾ ബയോളജി കൂടുതൽ പഠിച്ചവരുണ്ടാകാം, കെമിസ്ട്രി അല്ലെങ്കിൽ ഫിസിക്സ് കുറച്ച് പഠിച്ചവരുണ്ടാകാം. അങ്ങനെ ആവരുത്. ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിന്റെ 84ാമത് എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമസ്കാരം ശിവൻ സാർ. നമസ്തേ ശിവൻ സാർ. നമ്മുടെ ആപ്ലിക്കേഷനും ഒക്കെ ആയി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ മാതാപിതാക്കളും വിദ്യാർത്ഥികളും ഒക്കെ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരുപാട് അപ്ഡേഷൻസും വന്നുകൊണ്ടിരിക്കും. തീർച്ചയായിട്ടും. കാരണം നീറ്റ് 2024 കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ആപ്ലിക്കേഷന്റെ സമയമാണിത്. മാർച്ച് 9 വരെയാണ് അപ്ലൈ ചെയ്യാനായിട്ടുള്ളത്. ഇപ്പോഴും നമുക്ക് ഇപ്പം വിദേശത്തെ എക്സാം സെൻറ്റർ അനുവദിച്ചു. അങ്ങനെ NTA ആ കാര്യങ്ങളിലൊക്കെ വളരെ ശ്രദ്ധ കൊടുത്ത് മുമ്പോട്ട് പോകുമ്പോഴും ഓൺലൈൻ ആപ്ലിക്കേഷൻ കുറച്ച് കുട്ടികൾക്കെങ്കിലും, അതായത് മൊത്തം അപ്ലൈ ചെയ്യുന്നതിൽ ഒരു 10% ഇപ്പോഴും ചെയ്യാൻ പറ്റാത്തതായിട്ട് നിൽപ്പുണ്ട്. അതാണ് നമുക്കൊരു അല്പമെങ്കിലും ആകുലതകൾ ഉണ്ടാക്കുന്നത്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഇത് പങ്കുവച്ചിരുന്നു. കാരണം ആധാർ സംബന്ധിച്ച് അപ്ഡേഷൻ ഉണ്ടായിരിക്കണം, അതിനകത്ത് ഫോൺ ലിങ്ക് ചെയ്തിരിക്കണമെന്നൊക്കെ ഒരു അറിയിപ്പ് ഒരു നവംബർ മാസത്തിലെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കുട്ടികൾക്ക് അത് കറക്റ്റ് ചെയ്യാനുള്ള സമയമുണ്ടായിരുന്നു. എന്നാൽ ഫെബ്രുവരി 9 നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം മാത്രമാണ് ആധാറിന് വലിയൊരു പ്രിവിലേജാണ് NTA നൽകിയതെന്നും ഈ നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ സമയത്തും അഡ്മിഷൻ സമയത്തും ഒക്കെ ആധാർ വെരിഫിക്കേഷൻ, ഒതൻറ്റിക്കേഷൻ അത്യാവശ്യമാണെന്നുള്ളതും, ആധാർ ഒതൻറ്റിഫിക്കേഷൻ ഇല്ലയെന്നുണ്ടെങ്കിൽ എക്സാം സെൻറ്ററിൽ 1 മണിക്കൂർ നേരത്തെ ചെല്ലണമെന്നുള്ള അറിയിപ്പും ഒക്കെ അതിനകത്തുണ്ടായത്. അതുപോലെ തന്നെ ആധാർ വെച്ചിട്ടുള്ള ആദ്യത്തെ 2 ദിവസത്തെ രജിസ്ട്രേഷൻ സംബന്ധിച്ചും ഡേറ്റ മിസ്മാച്ച് ചെയ്യുന്ന ലിങ്കുകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പം നീറ്റിൻ്റെ സൈറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, ആധാർ ഒതൻറ്റിക്കേഷനായിട്ട് ആദ്യ ദിവസങ്ങൾ ചെയ്ത കുട്ടികൾ എല്ലാവരും ഒരിക്കൽ കൂടി ഒന്ന് ലോഗിൻ ചെയ്തിട്ട് ചെക്ക് ചെയ്യണമെന്നുള്ള അറിയിപ്പ് ഉണ്ട്. കാരണം ഡേറ്റ അല്പമെങ്കിലും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള ആവശ്യത്തിന് സമയമുണ്ട് എന്നുള്ള അറിയിപ്പുകളും NTA വെബ്സൈറ്റിലുണ്ട്. ഞാൻ പറഞ്ഞ ആകുലത എന്ന് പറയുന്നത് 10% ചെയ്യാൻ പറ്റാതെ വന്നത് ആധാർ അപ്ഡേറ്റഡ് അല്ല. ഒന്നുകിൽ അവർക്ക് ഇപ്പം ഇന്ത്യയിൽ തന്നെ ഉള്ളവർ, ഇപ്പോൾ വിദേശത്തൊക്കെ ആണെങ്കിൽ അവർക്ക് പാസ്പോർട്ടുണ്ട്, അവർക്കത് പാസ്പോർട്ടിൻ്റെ ഇഷ്യൂ ഒക്കെ പരിഹരിച്ചു. കാരണം ഇന്ത്യൻ പാസ്പോർട്ട് എന്നൊക്കെ വെച്ച് ഇപ്പോൾ ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ തന്നെയുള്ള ആധാർ അപ്ഡേറ്റഡ് അല്ലാത്ത ബയോമെട്രിക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ കൊണ്ടൊക്കെ ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റാതെ പോയവർക്ക്, അല്ലെങ്കിൽ ആധാർ ഇനി ഡേറ്റ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് കൊടുത്തവർക്ക് അത് വളരെയധികം താമസിക്കുന്നുണ്ട് അപ്ഡേറ്റ് ചെയ്ത് കിട്ടാനായിട്ട്. അങ്ങനെയുള്ള ഒരു 10% രജിസ്ട്രേഷൻ വിൻഡോയിലോട്ട് കടക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും കുട്ടിയുടേതല്ലാത്ത ഒരു ID നമ്പറും ഒരു യൂണിക് ID നമ്പറും വെച്ച് രജിസ്ട്രേഷൻ വിൻഡോയിലോട്ട് കയറാൻ NTA അനുവദിച്ചിട്ടുമില്ല. എല്ലാ ഡീറ്റെയിൽസും, പാസ്പോർട്ട് അല്ലെങ്കിൽ പാൻ കാർഡ് ഒഴിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ആധാറുമായിട്ട് ലിങ്കാണ്. ആദ്യത്തെ യൂണിക് IDയിൽ ആധാർ നമ്പർ, അല്ലെങ്കിൽ നമുക്ക് ഡിജി ലോക്കർ അക്കൗണ്ട്, അല്ലെ ABCD ക്രെഡിറ്റ് കാർഡ് ID ഒക്കെ നമുക്കറിയാം ആധാറുമായിട്ട് ലിങ്കാണ്. ആധാറിൻ്റെ OTP വന്നു കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് എൻട്രി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം അപ്ഡേറ്റ് അല്ലാത്ത ഒരു ആധാർ, ബയോമെട്രിക് വെരിഫിക്കേഷൻ കഴിയാത്ത ഒരു ആധാറിൽ ഡേറ്റ അപ്ഡേറ്റ് ചെയ്യാതെ മൊബൈലുമായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റില്ല. മൊബൈൽ മാത്രം ലിങ്ക് ചെയ്യാൻ മതിയെങ്കിൽ ഒരു ദിവസം കൊണ്ട് ലിങ്ക് ചെയ്ത് കിട്ടിയേനെ. പക്ഷേ ഉദയയുടെ ഡേറ്റ അപ്ഡേറ്റ് ആയിട്ട് വരാത്തത് കൊണ്ട് ചില കുട്ടികൾക്കെങ്കിലും രജിസ്ട്രേഷൻ വിൻഡോയിലോട്ട് കയറാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രോബ്ലത്തിൽ മാത്രമേ ഇപ്പം നമുക്കുള്ളൂ. അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കുമെന്നാണ് NTA പരിഹരിക്കുമെന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു ഓപ്ഷനും കൂടി രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ആധാർ അപ്ഡേറ്റ് ചെയ്യാത്തവർക്ക് ഈ പറയുന്ന പാസ്പോർട്ടോ പാൻ കാർഡോ ഇല്ലാതെ തന്നെ രജിസ്ട്രേഷൻ വിൻഡോയിലോട്ട് കടക്കാനുള്ള ഒരു ക്രമീകരണം കൂടി NTA ഏറ്റവും അടുത്ത് തന്നെ ചെയ്യുമെന്നാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അത് വെച്ചിട്ട് ബാക്കി എല്ലാവർക്കും രജിസ്ട്രേഷൻ ചെയ്യാൻ തീർച്ചയായിട്ടും പറ്റും, അതിനെക്കുറിച്ചൊരു സംശയവും വേണ്ട. ആധാർ അപ്ഡേറ്റ് ചെയ്യാത്തവർക്കും അല്ലെങ്കിൽ ആധാർ OTP ആയിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ ഉണ്ട്. അവർക്കൊക്കെ എല്ലാവർക്കും രജിസ്റ്റർ ചെയ്യാനുള്ളൊരു സമയമുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു ക്രമീകരണങ്ങൾ കൂടി നടത്തിക്കഴിഞ്ഞാൽ ഏതാണ്ട് എല്ലാം തന്നെ
നമുക്ക് നീറ്റ് എല്ലാവർക്കും തന്നെ നീറ്റ് 2024 രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാനും അതിൽ എന്തെങ്കിലും ഒരു തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ കറക്ഷൻ വിൻഡോ ഏത് ഡീറ്റെയിൽസും നീറ്റ് അപ്ലൈ ചെയ്യുന്നതിൽ ഏത് ഡീറ്റെയിൽസും വന്നിരിക്കുന്നവർക്ക് അത് കറക്റ്റ് ചെയ്യാനുള്ള കറക്ഷൻ വിൻഡോ മാർച്ച് ആദ്യത്തെ ആഴ്ച വരും. അതിനുശേഷം നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഇമേജസ്, ഫോട്ടോയും സിഗ്നേച്ചറും NDA വെരിഫൈ ചെയ്യുന്നതും എന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ അത് നമ്മളെ അറിയിച്ചിട്ട് മാറ്റാനുള്ള സമയം നൽകും. അതിനുശേഷം ഏപ്രിൽ അവസാനത്തെ വീക്കിൽ നമുക്ക് എക്സാം സിറ്റി അനൗൺസ്മെൻറ്റ് വരും. നമ്മൾ ഒന്നാമത് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ തന്നെ അനുവദിച്ച് കിട്ടിയത് നമുക്ക് കാണാം. ഏപ്രിൽ അവസാനം തന്നെ അഡ്മിറ്റ് കാർഡുകൾ റിലീസ് ചെയ്യും. മെയ് 5-ാം തീയതി എക്സാം ഉച്ച തൊട്ട് 2 മണി തൊട്ട് 5:20 വരെ കൃത്യമായ സമയത്ത് നടക്കുകയും ചെയ്യും. അപ്പം ഓൺലൈൻ ആപ്ലിക്കേഷൻ ചെയ്യാൻ ഒരു ചെറിയ വിഭാഗത്തിന് ഇപ്പോഴും സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒഴിച്ചാൽ ഏതാണ്ട് എല്ലാം നല്ല രീതിയിൽ തന്നെ നീറ്റിൻ്റെ ആപ്ലിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. സർ, ഒരു പരിധി വരെ ഒരു ചെറിയ ഭൂരിഭാഗമെങ്കിലും നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്ന സമയത്ത് ആധാറുമായിട്ട് വന്ന ഈ ഒരു പ്രശ്നമാണ് നേരത്തെ അറിയിക്കാമായിരുന്നു. അതെ. അപ്പോൾ ഒരുപക്ഷെ ഇനി നമ്മുടെ കേരള ആപ്ലിക്കേഷൻ കീമിനൊക്കെ അപ്ലൈ ചെയ്യേണ്ട ഒരു സമയം തീർച്ചയായിട്ടും ഇപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ തന്നെ കേരള മെഡിക്കലിന്റെ ആപ്ലിക്കേഷൻ റിലീസ് ആവും. അതെ. അപ്പോൾ ആ ഒരു സമയത്ത് മുൻകൂട്ടി തന്നെ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ആധാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലും ആണെങ്കിലും അതിനൊക്കെ എന്താണ് നമ്മുടെ ആളുകൾ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും ഇപ്പോൾ നീറ്റ് 2024 അപ്ലൈ ചെയ്ത മുഴുവൻ മലയാളികളും അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റാണ് കേരള എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റ്. നമുക്കറിയാം MBBSൻ്റെയും BDSൻ്റെയും ഒക്കെ പ്രവേശനം നീറ്റിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണെങ്കിലും കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന മെഡിക്കൽ കോളേജുകളിലെ MBBSനും BDSനും അതുപോലെ മറ്റ് മെഡിക്കൽ അലൈഡ് കോഴ്സുകൾക്കും ഒക്കെ നമ്മൾ കേരള മെഡിക്കലിന് അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ ഇവിടെ പ്രവേശനം കിട്ടുകയുള്ളൂ. കേരള മെഡിക്കലിന് നമുക്ക് പരീക്ഷകളൊന്നും കേരളത്തിൽ നടപ്പാക്കുന്നില്ല, പക്ഷേ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കണം. അതെല്ലാ മലയാളികളും കേരള എൻട്രൻസ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ മാർച്ച് മാസത്തിൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്താൽ മാത്രമേ കേരളത്തിൽ പ്രവേശനം കിട്ടുകയുള്ളൂ. കീം 2024 എല്ലാവരും നിർബന്ധമായും അപ്ലൈ ചെയ്തിരിക്കണം. കേരളത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ 4 കോഴ്സുകൾക്കാണ് നമുക്ക് അപ്ലൈ ചെയ്യാമെന്ന് നമുക്കറിയാം. ഒന്ന് മെഡിക്കൽ, MBBSും BDSും അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം, ഹോമിയോ പോലുള്ള 13 കോഴ്സുകൾക്ക് കേരളത്തിൽ പ്രവേശനം കിട്ടണമെങ്കിൽ അടിസ്ഥാന പരീക്ഷ നീറ്റാണ്. മറ്റൊരു പരീക്ഷയും എഴുതണ്ട. കേരളത്തിൽ പരീക്ഷയില്ല, പക്ഷേ അപേക്ഷിച്ചിരിക്കണം. കേരള മെഡിക്കൽ എന്ന് സെലക്ട് ചെയ്ത് അപേക്ഷിച്ചെങ്കിൽ മാത്രമേ കേരളത്തിൽ പ്രവേശനം കിട്ടുകയുള്ളൂ. നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷം കൃത്യമായി നീറ്റിൻ്റെ റിസൾട്ട് കേരളയുടെ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്ത് കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും വേണം. അതുപോലെ തന്നെ മറ്റു 3 കോഴ്സുകൾ, ഒന്ന് എഞ്ചിനീയറിംഗ്, കേരളത്തിലെ ഗവൺമെൻറ് മേഖലയിലെയും അർദ്ധ സർക്കാർ മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും BTech പ്രവേശനത്തിനുള്ള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം മെയ് മാസത്തിലാണ് നടക്കുന്നത്. അതും ഈ ഒരൊറ്റ ആപ്ലിക്കേഷനിൽ കൂടെ തന്നെയാണ് വിദ്യാർത്ഥി കൊടുക്കേണ്ടത്. മെഡിക്കലിനപ്പുറത്ത് എഞ്ചിനീയറിംഗ് പ്രവേശനം ആഗ്രഹിക്കുന്ന എല്ലാവരും കീമിന് അപ്ലൈ ചെയ്യണം. മൂന്നാമതായിട്ട് BPharm, ഗവൺമെൻറ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും BPharm കോഴ്സിന് ഫിസിക്സ് കെമിസ്ട്രിയുടെ എൻട്രൻസ് ഉണ്ട്, അതിന് കേരള എൻട്രൻസ് ഉണ്ട്. ഇപ്പോൾ എഞ്ചിനീയറിംഗിന് എൻട്രൻസ് ഉണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ BPharmനും എൻട്രൻസ് ഉണ്ട്. അപ്പം BPharm പ്രവേശനം ആഗ്രഹിക്കുന്നെങ്കിൽ BPharmനും നമുക്ക് ഈ ഒരു ഒറ്റ ആപ്ലിക്കേഷനിലൂടെ നമുക്ക് ഓപ്ഷൻ കൊടുക്കാം. നാലാമതായിട്ട് ആർക്കിടെക്ചർ, അതും കേരളത്തിലെ ഗവൺമെൻറ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും ആർക്കിടെക്ചർ പഠനം ആഗ്രഹിക്കുന്നവരും കേരളത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ, കീമിന് അപ്ലൈ ചെയ്യുമ്പം ഈ 4 കോഴ്സുകളിൽ താങ്കൾക്ക് താല്പര്യമുള്ളതിനൊക്കെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഒരൊറ്റ വിദ്യാർത്ഥിക്ക് തന്നെ മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, BPharm, ആർക്കിടെക്ചർ എന്നുള്ള അപേക്ഷയാണ് കീം 2024 ഓൺലൈൻ ആപ്ലിക്കേഷനിലൂടെ വരുന്നത്. അതിൽ എഞ്ചിനീയറിംഗിന് കേരള എൻട്രൻസ് കമ്മീഷന്റെ പരീക്ഷയുണ്ട്, BPharmന് കേരള എൻട്രൻസ് കമ്മീഷന്റെ പരീക്ഷയുണ്ട്. മെഡിക്കൽ എന്ന് ഓപ്റ്റ് ചെയ്താൽ നീറ്റ് മാത്രമേ ഉള്ളൂ, പരീക്ഷയില്ല, പക്ഷേ എല്ലാവരും അപേക്ഷിക്കണം. ആർക്കിടെക്ചർ എന്ന് സെലക്ട് ചെയ്താൽ നേറ്റയുടെ പരീക്ഷയാണ് എഴുതേണ്ടത്, എന്നിട്ട് +2 മാർക്കും കൂടെ കൂട്ടിയാണ് ആർക്കിടെക്ചർ റാങ്ക് വരുന്നത്. അപ്പോൾ ഈ 4 കോഴ്സുകൾക്കും അപ്ലൈ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ആപ്ലിക്കേഷനാണ് കീം 2024. എന്നാൽ ഇതുപോലെ ഇപ്പോൾ നീറ്റിൻ്റെ പോലെ തന്നെ ഒരു ആധാർ ഒതൻറ്റിഫിക്കേഷനോ അല്ലെ ആധാർ വെച്ചിട്ട് ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ല. അതിനകത്ത് ആധാർ നമ്പർ ചോദിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ മറ്റ് അങ്ങനെ ഒരു ഒതൻറ്റിഫിക്കേഷനോ ഒരു യൂണിക് ID ആവശ്യമൊന്നുമില്ല. പക്ഷെ കേരളത്തിൽ എന്താണ് കീം 2024 അപേക്ഷിക്കാനുള്ള അടിസ്ഥാന യോഗ്യത എന്താണ്? ഇവിടുത്തെ സ്റ്റേറ്റ് കോട്ട സീറ്റ് കിട്ടാനുള്ള അടിസ്ഥാന യോഗ്യത എന്താണ്? അച്ഛൻ, അമ്മ, കുട്ടി ആരെങ്കിലും ഒരാൾ കേരളത്തിൽ ജനിച്ചതിൻ്റെ, കേരളത്തിൽ ജന്മസ്ഥലം കാണിക്കുന്നതിൻ്റെ ഒരു പ്രൂഫ് ഉണ്ടായിരിക്കണം. അപ്പം കുട്ടി കേരളത്തിലാണ് ജനിച്ചതെങ്കിൽ ഇപ്പോൾ കൂടുതലായിട്ടൊന്നും മേടിക്കേണ്ട, ബർത്ത് സർട്ടിഫിക്കറ്റ് മതി. പാസ്പോർട്ട് ഉണ്ടെങ്കിൽ പാസ്പോർട്ട് മതി. ഇനി 10ാം ക്ലാസ് സ്റ്റേറ്റ് സിലബസ് ആണെങ്കിൽ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ് മതി. അതാണ് കേരളത്തിൽ ജന്മസ്ഥലം കാണിക്കുന്ന രേഖ, അതായത് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നേരത്തെ എടുത്തു വെക്കണമെന്നില്ല, കേരളത്തിൽ ജനിച്ച ഒരാളെ സംബന്ധിച്ചുള്ളൂ. ഇനി കുട്ടി കേരളത്തിൽ ജനിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ
കേരളയുടെ ആപ്ലിക്കേഷൻ വന്നു കഴിയുമ്പോൾ അതിനകത്തൊരു ഫോമുണ്ട്. ആ ഫോം ഡൗൺലോഡ് ചെയ്തിട്ട് അച്ഛൻ അല്ലെങ്കിൽ അമ്മ കേരളത്തിൽ ജനിച്ചു എന്നുള്ളത് കേരളത്തെ വില്ലേജ് ഓഫീസറെ കൊണ്ട് ഒപ്പിട്ട് മേടിച്ചു കഴിഞ്ഞാലും നേറ്റിവിറ്റി ആകും. ഇനി അതല്ലെങ്കിൽ അച്ഛൻ്റെയോ അമ്മയുടെയോ ജന്മസ്ഥലം കാണിക്കുന്ന രേഖയുണ്ട്, അവരുടെ 10ാം ക്ലാസ്സോ അവരുടെ പാസ്പോർട്ടോ ഒപ്പം കുട്ടിയുടെ 10ാം ക്ലാസ്സോ കുട്ടിയുടെ പാസ്പോർട്ടും കൂടെ ഒരുമിച്ച് വെച്ചാലും നേറ്റിവിറ്റി ആയി. അപ്പോൾ അത് നേരത്തെ എടുക്കണം നിർബന്ധമൊന്നുമില്ല. വന്നതിന് ശേഷം ഈ 2 ഡേറ്റയും കൂടെ കുട്ടിയുടെ അച്ഛൻ്റെയും കൂടെ ഒരുമിച്ച് ഡേറ്റ ക്ലബ് ചെയ്ത് കഴിഞ്ഞാലും നേറ്റിവിറ്റി ആകും. കുട്ടി കേരളത്തിൽ ജനിക്കാത്ത സാഹചര്യത്തിൽ കേരളത്തിൽ നിന്നുള്ള നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എടുത്ത് ദയവായിട്ട് അപ്ലോഡ് ചെയ്യരുതെന്ന് മാത്രമേ അവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. പിന്നെ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സിഗ്നേച്ചറും മാത്രമേ ജനറൽ വിഭാഗത്തിൽപ്പെട്ട കുട്ടി അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പം നേരത്തെ ഒന്നും തന്നെ തയ്യാറാക്കി വെക്കേണ്ടതില്ല. എന്നാൽ റിസർവേഷൻ കിട്ടുന്ന വിഭാഗങ്ങൾ, പിന്നെ OBC നോൺ ക്രിമിലെയർ, ഈഴവ, മുസ്ലിം, ബാക്ക്വേർഡ് ഹിന്ദു, വിശ്വകർമ്മ, ധീവര, അങ്ങനെയുള്ള എല്ലാ നോൺ ക്രിമിലെയർ വിഭാഗത്തിൽപ്പെട്ടവരും വില്ലേജ് ഓഫീസിൽ നിന്നുള്ള നോൺ ക്രിമിലെയർ സർട്ടിഫിക്കറ്റ് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ നേരിട്ട് ചെന്ന് മേടിക്കുന്ന രീതിയിലോ എടുത്തു വെക്കണം. കാരണം നമ്മളത് കീമിന് അപ്ലോഡ് ചെയ്യാനുണ്ട്. ഇപ്പം നീറ്റിന് അപ്ലോഡ് ചെയ്യാനില്ലായിരുന്നു, കാറ്റഗറി പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. കേരള മെഡിക്കലിന് കീമിന് എല്ലാവരും നോൺ ക്രിമിലെയർ അർഹത ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാനായിട്ട് തയ്യാറാക്കണം. ഇനി നോൺ ക്രിമിലെയർ കിട്ടാത്ത മുസ്ലിം വിഭാഗത്തവർ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. ഇൻകം സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും ആവശ്യമുണ്ടോ? ഇല്ല. ഇൻകം ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇൻകം സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളത് OEC വിഭാഗക്കാർ മാത്രം മതി. അവർക്ക് 6 ലക്ഷത്തിൽ താഴെയാണ് വരുമാനം എന്നറിയാൻ വേണ്ടിയിട്ട് ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ വരുമാനം കുറഞ്ഞവർക്ക് എഞ്ചിനീയറിങ്ങിനോ BPharmനോ ആർക്കിടെക്ചറിനോ ഫീസ് കൺസെഷൻ കിട്ടണമെങ്കിൽ അവർക്ക് ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പോൾ 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷമൊക്കെ ആനുവൽ ഇൻകം ഉള്ളവർ ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ എഞ്ചിനീയറിങ്ങിനും BPharmനും ഫീ വേവർ സ്കീം കിട്ടും. മെഡിക്കലിൻ്റെ MBBSനോ BDSനോ അഗ്രികൾച്ചർ വെറ്റിനറിക്കോ ഫീ വേവർ സ്കീമൊന്നുമില്ല. എത്ര വരുമാനം കൂടിയാലും എത്ര വരുമാനം കുറഞ്ഞാലും വരുമാനം സംബന്ധിച്ചുള്ളൊരു ഫീസ് കുറവില്ലാത്തതുകൊണ്ട് മെഡിക്കലിന് മാത്രമാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് ബാക്കിയുള്ള വിഭാഗക്കാർ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല. SC STക്കാർ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല. OBC നോൺ ക്രിമിലെയർ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല. ജനറൽ വിഭാഗവും ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല. OEC വിഭാഗം മാത്രം ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മതിയാകും. പിന്നെ SC ST വിഭാഗങ്ങൾ തഹസീൽദാരെന്നുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ക്രിസ്ത്യൻ വിഭാഗം ജൂബിലി, അമല, കോലഞ്ചേരി, പുഷ്പഗിരി പോലുള്ള ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ കിട്ടാൻ വേണ്ടിയിട്ട് മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ നേരത്തെ എടുത്തു വെക്കാം. എക്സ് സർവീസ്മെൻ വിഭാഗക്കാർ കേരളയുടെ ആപ്ലിക്കേഷൻ വന്നതിന് ശേഷം ആ നോട്ടിഫിക്കേഷൻ പ്രകാരം ജില്ലാ സൈനിക വെൽഫെയർ ബോർഡ് എന്നുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സൈന്യത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മരണപ്പെട്ടവരെ, യുദ്ധസമാന സാഹചര്യത്തിൽ മരണപ്പെട്ടവരെ, അങ്ങനെയുള്ള റിസർവേഷൻ കിട്ടാനായിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കേരളത്തിലെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ ഞാനിപ്പോൾ പറഞ്ഞ 19 സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ ഗോകുലവും MESും അല്ലസറും അസീസിയും ജൂബിലിയും അമലയും ഒക്കെ പോലുള്ള 19 സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ NRI സീറ്റ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ നോർമൽ ഫീസ് എത്രയാണ്? 7.5 ലക്ഷം. അവിടെ NRI സീറ്റ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 21 ലക്ഷത്തിൻ്റെ NRI സീറ്റ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്പോൺസർ ചെയ്യുന്നയാളുടെ അച്ഛനോ അമ്മയോ ആണെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ, അതല്ല രക്തബന്ധത്തിലുള്ള ആരുടെയെങ്കിലും ഒരാളുടെ ആണെങ്കിൽ അവരുടെ വിസ, പാസ്പോർട്ട്, NRI സർട്ടിഫിക്കറ്റ്, സത്യവാങ്മൂലം, അഫിഡേവിറ്റ്, ബന്ധം കാണിക്കുന്ന രേഖ, ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ തയ്യാറാക്കി വെക്കണം. നമ്മൾ ഇതെല്ലാം അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം നീറ്റിൽ നിന്നും തികച്ചും വിഭിന്നമായിട്ട് എന്തൊക്കെ റിസർവേഷൻ നമുക്ക് വേണോ, മൈനോറിറ്റി ആവാം, NRI ആവാം, EWS ആകാം, എന്ത് സർട്ടിഫിക്കറ്റ് നമ്മൾ ഇപ്പോൾ തയ്യാറാക്കി വെക്കണം. അത് അപ്ലോഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ റിസർവേഷൻ ലഭിക്കുകയുള്ളൂ. EWS വില്ലേജ് ഓഫീസിൽ നിന്നുള്ള EWS സർട്ടിഫിക്കറ്റാണ് വേണ്ടത്. ഇപ്പോഴേ നമുക്ക് വേണേൽ മേടിച്ചു വെക്കാം. കേരളത്തിൽ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മൈനോറിറ്റി നമ്മൾ പറഞ്ഞു, NRI നമ്മൾ പറഞ്ഞു, എക്സ് സർവീസ്മാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഏത് സ്പെഷ്യൽ റിസർവേഷൻ ആണെങ്കിലും അതിൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. സ്പോർട്സുകാരാണെങ്കിൽ സ്പോർട്സിന് 11 സീറ്റുണ്ട്. സ്പോർട്സുകാരാണെന്നുണ്ടെങ്കിൽ ഈ കേരളയുടെ ആപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ കേരളയുടെ ആപ്ലിക്കേഷൻ ഫോമും 11, 12 ഏതൊക്കെ ഇവൻറ്റിലാണോ പങ്കെടുത്തത് അതിൻ്റെ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയും കൂടെ കൂട്ടിയിട്ട്, കോപ്പി മതി, ഒറിജിനൽ വേണ്ട, കോപ്പിയും കേരളയുടെ ആപ്ലിക്കേഷനും കൂടി സ്പോർട്സ് കൗൺസിലിന്, കേരള സ്പോർട്സ് കൗൺസിലിന് അയച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ കേരളത്തിൽ ഏത് വിഭാഗമാണെങ്കിലും ഏതാണ്ട് 29ഓളം സ്പെഷ്യൽ റിസർവേഷൻ ഉണ്ട്. അവരെല്ലാം അതിൻ്റേതായ സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കി വെക്കേണ്ട സമയമാണിപ്പോൾ. അത്
നമുക്ക് കേരളയുടെ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയും അതിനനുസരിച്ചാണ് നമുക്ക് റിസർവേഷൻ കിട്ടുന്നതെന്നുള്ളത് ഓർക്കുക. ഇപ്പം മുസ്ലിം വിഭാഗത്തിലുള്ളവർ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് അവരെ OBC ആയിട്ടും മൈനോറിറ്റി ആയിട്ടും പരിഗണിക്കും. എന്നാൽ നോൺ ക്രിമിനൽ കിട്ടാത്ത മുസ്ലിംസ് ഉണ്ട്. അവർക്ക് MES, ട്രാവൻകൂർ, അല്ലസർ, അസീസിയ പോലുള്ള മുസ്ലിം മൈനോറിറ്റി സീറ്റ് കിട്ടണമെങ്കിലോ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. ഇപ്പം നമ്മൾ അച്ഛനോ അമ്മയോ കുട്ടിയോ കേരളത്തിൽ ജനിക്കാത്ത ഒരു കുട്ടിക്ക് കേരളത്തിൽ ഗവൺമെൻറ് സീറ്റ് കിട്ടും. 8 മുതൽ 12 വരെ ഇവിടെ പഠിച്ചാൽ മതി. അവർ +2ൻ്റെ പ്രിൻസിപ്പിളിൽ നിന്നും 8 മുതൽ 12 വരെ കേരളത്തിലാണ് പഠിച്ചെന്നുള്ള സർട്ടിഫിക്കറ്റ് മേടിക്കണം. ഇങ്ങനെ കേരളത്തിൽ സംബന്ധിച്ചുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് മാർച്ച് മാസത്തിൽ കീം 2024 നമ്മൾ അപേക്ഷിക്കേണ്ടത്. അപ്പം ഒരു ജനറൽ വിഭാഗമാണ് ഈ പറയുന്ന ഒരു റിസർവേഷനും ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം പ്രത്യേകിച്ച് ഒന്നും തയ്യാറാക്കേണ്ടതില്ല. ഫോട്ടോ, സിഗ്നേച്ചർ, 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ്, കേരളത്തിൽ ജന്മസ്ഥലം കാണിക്കുന്ന രേഖ, ഇത്രയും മാത്രം മതി. അതല്ലാത്ത എല്ലാവരും അതാതിൻ്റെതായ സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കി വെക്കേണ്ട സമയമാണ് ഇപ്പോൾ. സാർ ഇപ്പോൾ പരാമർശിച്ചത് നമ്മുടെ കേരളത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ പ്രധാനമായും നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ആപ്ലിക്കേഷനാണ്. ഇപ്പം നീറ്റിന് നമ്മൾ എങ്ങനെ അപേക്ഷിക്കുന്നു അതേ പ്രാധാന്യം തന്നെയാണ് കീം 2024 നമ്മൾ അപേക്ഷിക്കേണ്ടത്. സാർ, അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലും തീർച്ചയായിട്ടും നമ്മൾ ഇതുപോലെ അപ്ലൈ ചെയ്യേണ്ട ആവശ്യകതകളുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇതുപോലെ തന്നെ അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? തീർച്ചയായിട്ടും ഇപ്പോൾ നമുക്കൊരു ഇപ്പം മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ഒരു ഗവൺമെൻറ് മേഖലയിലുള്ള സീറ്റാണെങ്കിൽ നമുക്കറിയാം നമ്മളിപ്പം നീറ്റിനും കീമിനും മാത്രം ഇപ്പോൾ അപ്ലൈ ചെയ്താൽ മതിയാകും. നമ്മൾ എന്താണെങ്കിലും ഈ 2024 ഒരു ഗവൺമെൻറ് സീറ്റിനെ പോകുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നീറ്റിനും കീമിനും മാത്രം ഇപ്പോൾ അപ്ലൈ ചെയ്താൽ മതിയാകും. നീറ്റ് റിസൾട്ട് വന്നതിന് ശേഷമാണ് മെഡിക്കൽ കൗൺസിലിൻ്റെ വെബ്സൈറ്റ് വഴി നമ്മൾ ഓപ്ഷൻ കൊടുക്കേണ്ടത് ഏത് സംസ്ഥാനത്തെയും ഗവൺമെൻറ് സീറ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നാൽ മാനേജ്മെൻറ്റ് സീറ്റുകൾ 10 ലക്ഷം 11 ലക്ഷമുള്ള മാനേജ്മെൻറ്റ് സീറ്റുകൾ, NRI സീറ്റുകൾ, അങ്ങനെയുള്ളത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കർണാടകയുടെ ആപ്ലിക്കേഷൻ കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളുടെയും ആപ്ലിക്കേഷൻ തുടങ്ങുമ്പോൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ മാസങ്ങളിലൊക്കെ ആപ്ലിക്കേഷൻ ക്ഷണിക്കും. ആ സമയത്ത് നമ്മൾ അതാത് അലേർട്ടുകൾ ഉണ്ടാകും. അപ്ലൈ ചെയ്യും. ഇപ്പം CMC വെല്ലൂർ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർ CMC വെല്ലൂരിൻ്റെ സൈറ്റിൽ ചെയ്യണം. അതുപോലെ ആപ്ലിക്കേഷൻ വരുന്ന മുറയ്ക്ക് നമ്മൾ അറിയിക്കുകയും മറ്റുള്ള സംസ്ഥാനങ്ങളുടെ വെബ്സൈറ്റിലും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. CMC വെല്ലൂരിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ജൂൺ മാസത്തിൽ TN മെഡിക്കലിൻ്റെ ആപ്ലിക്കേഷൻ വിളിക്കും, അതിലും അപ്ലൈ ചെയ്യണം. അങ്ങനെ ഇപ്പം ലുധിയാനയിൽ ആഗ്രഹിക്കുന്നവർ ലുധിയാനയുടെ ആപ്ലിക്കേഷൻ ഏറ്റവും ഉടനെ തന്നെ വരുന്നുണ്ട്, അതിന് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. സർ, നീറ്റും കീമിൻ്റെ കാര്യങ്ങളും സാർ ഇപ്പോൾ വളരെ വ്യക്തമായിട്ട് തന്നെ പരാമർശിച്ചു. ഇതിനുമപ്പുറം മറ്റൊരുപാട് നിരവധി ആപ്ലിക്കേഷൻസ് വരാനുള്ള സമയമാണ് ഇനിയുള്ളത്. തീർച്ചയായും. അപ്പോൾ അത് ഏതൊക്കെയാണ്? ഏറ്റവും അടുത്ത് വരാനായിട്ടുള്ളത് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം CUET ആണ്. ലക്ഷക്കണക്കിന് ഡിഗ്രി സീറ്റുകൾ. അതൊരു കുട്ടി ആഗ്രഹിക്കുന്ന ഏത് കോഴ്സുകൾക്കും ഏറ്റവും നല്ല സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഏറ്റവും ചെലവ് കുറഞ്ഞ് പഠിക്കാനുള്ള മെയ് 15 മുതൽ മെയ് 31 വരെ നടക്കുന്ന പരീക്ഷയാണ് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം. അതിൻ്റെ ആപ്ലിക്കേഷൻ CUET.samarth.ac.in എന്ന വെബ്സൈറ്റിൽ ഈ അടുത്ത ആഴ്ച തന്നെ ആരംഭിക്കും. നമ്മുടെ മെഡിക്കലിനൊക്കെ വേണ്ടിയിട്ട് കോച്ചിങ് നടത്തിയവരെ സംബന്ധിച്ചും ഏറ്റവും വലിയ സുവർണ അവസരമാണ്. അവർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതുപോലെ തന്നെ ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ, BSc അഗ്രികൾച്ചർ, സെറികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ബയോടെക്നോളജി, അഗ്രികൾച്ചർ, എഞ്ചിനീയറിംഗ് പോലെയുള്ള കോഴ്സുകൾക്ക് പ്രവേശനം കിട്ടാനായിട്ട്, ഫോറിൻ ലാംഗ്വേജ് പഠിക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് ഡിഗ്രി സീറ്റുകളാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലുള്ളത്. അപ്പോൾ CUET ആപ്ലിക്കേഷൻ വിളിക്കുകയാണ്. ജൂൺ 8-ാം തീയതിയാണ് എയിംസിൻ്റെ BSc നേഴ്സിംഗ്. ഇന്ത്യയിലെ ഏറ്റവും ചെലവ് കുറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ എയിംസ് ഡൽഹി ഉൾപ്പെടെയുള്ള സ്വപ്ന സദൃശമായ കോളേജുകളിൽ പ്രവേശനം കിട്ടണമെങ്കിൽ എയിംസ് BSc നേഴ്സിംഗ് ജൂൺ 8-ാം തീയതി പ്രവേശന പരീക്ഷയ്ക്ക് അടുത്ത മാസം ആപ്ലിക്കേഷൻ ക്ഷണിക്കും. അതുപോലെ തന്നെ ഐസർ സ്ഥാപനങ്ങളിൽ റിസർച്ച് ചെയ്യാനായിട്ട് 5 ഇയർ BSMS ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾക്ക് നൈസർ ഭുവനേശ്വറിലെ മഹാരാഷ്ട്രയുടെയും കോഴ്സുകൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ആപ്ലിക്കേഷനുകൾ, IISc ബാംഗ്ലൂർ അതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ. അവിടെ പ്രത്യേകിച്ച് പ്രവേശന പരീക്ഷ ഇല്ലെങ്കിൽ പോലും ഐസർ വഴിയും JEE മെയിൻ വഴിയും JEE അഡ്വാൻസ്ഡ് വഴിയും ഒക്കെയാണ് അവിടെ പ്രവേശനം കിട്ടുന്നത്. നീറ്റ് വഴിയുമുണ്ട്. നീറ്റിൻ്റെ ടോപ്പേഴ്സിന് IISc ബാംഗ്ലൂരിൽ പ്രവേശനം കിട്ടും. ഇതിൻ്റെ ആപ്ലിക്കേഷൻ വിളിക്കുന്ന സമയമാണ്. മദ്രാസ് IITയിലെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് സംയോജിത പ്രോഗ്രാമിന് ആപ്ലിക്കേഷൻ വിളിക്കുന്ന സമയമാണ്. അതുപോലെ തന്നെ ധാരാളം IIMൻ്റെ ഒക്കെ ആപ്ലിക്കേഷൻ വിളിക്കുന്ന സമയമാണ്. ഓരോ കുട്ടിയുടെയും അഭിരുചിക്കനുസരിച്ച് എല്ലാ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ സമയമാണ് മാർച്ച്, ഏപ്രിൽ സമയം. കൃത്യമായ ഇൻഫർമേഷൻസ് നമ്മളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്യും.
സാറേ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. നീറ്റ് 2024 ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരുടെ ഒരു ചിന്ത എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷ്യം ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ട് ഇനി സമീപിക്കേണ്ട ഒരു 70 ദിവസങ്ങളാണ് ഓരോ കുട്ടിക്ക് മുമ്പിലുള്ളത്. അവരോട് എന്താണ് ഈ ഒരു സമയത്ത് സാറിന് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഇപ്പം ബോർഡ് എക്സാം എഴുതുന്ന കുട്ടികളുണ്ട്. ബോർഡ് എക്സാമിന് ശേഷം ഒരു വർഷം റിപ്പീറ്റ് ചെയ്യുന്ന 2024 മെയ് 5 വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ട്. അപ്പം ബോർഡ് എക്സാം നടന്നുകൊണ്ടിരിക്കുന്നു. CBSE ISC വിദ്യാർത്ഥികളുടെ പരീക്ഷകൾ തുടങ്ങി. സ്റ്റേറ്റ് സിലബസുകാർക്ക് മാർച്ച് 1-ാം തീയതി ബോർഡ് എക്സാം തുടങ്ങുന്നു. അപ്പം അവരുടെ ഇനി വരുന്ന 25 ദിവസം എന്ന് പറയുന്ന അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ബോർഡ് എക്സാം എഴുതുന്ന കുട്ടികൾക്ക്. അതിൽ നിന്ന് ഒരു അണുവിട പോലും അവർ ശ്രദ്ധ മാറ്റേണ്ടതായിട്ടില്ല. ഏറ്റവും നല്ല റിസൾട്ട് 2024 +2 ബോർഡ് എക്സാമിൽ ഏറ്റവും നല്ല റിസൾട്ട് എടുക്കാൻ തന്നെ ആയിരിക്കണം നിങ്ങളുടെ ഇനിയുള്ള ഓരോ ദിവസവും. അപ്പം അതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, മാറ്റേണ്ടതായിട്ടില്ല. ബോർഡ് എക്സാം കഴിയുന്ന മുറയ്ക്ക് ഏതാണ്ട് 19-ാം തീയതിയോടുകൂടി ബോർഡ് എക്സാമുകൾ CBSE ISC വിഭാഗത്തിന് തീരും. സ്റ്റേറ്റ് സിലബസ് എനിക്ക് തോന്നുന്നു 25-ാം തീയതിയാണ് തീരുന്നതെന്ന് തോന്നുന്നു. അതിനുശേഷം ഏതാണ്ട് 40ഓളം ദിവസം ആ കുട്ടികൾക്കും കിട്ടും മെയ് 5 വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട്. അപ്പം നിങ്ങൾ +2 ഏറ്റവും നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് +1 ഒരു റിവിഷൻ ഇതിനു മുമ്പുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് +1 ടോപ്പിക്കുകളിലൂടെ കടന്നു പോകാൻ ധാരാളം സമയം കിട്ടും. അപ്പം നിങ്ങളിപ്പം മെയ് 5 വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യേണ്ട അത്രയധികം ഫോക്കസ് ചെയ്യാതെ ബോർഡ് എക്സാമിൽ ഏറ്റവും നല്ല റിസൾട്ട് എടുക്കാൻ തന്നെ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ പഠിക്കുന്ന കാര്യത്തിലുള്ള ഒബ്ജക്റ്റീവ് കാര്യങ്ങൾ തീർച്ചയായിട്ടും പഠിക്കണം. ആ പഠിക്കുന്നത് മതിയാകും. കാരണം +2 അത്രത്തോളം ടോപ്പിക്കുകൾ അവർ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പം മിച്ചമുള്ള സമയം നമുക്ക് +1 ഫോക്കസ് ചെയ്യാനായിട്ട് കിട്ടും. റിപ്പീറ്റേഴ്സ് എനിക്ക് തോന്നുന്നു നമുക്ക് അല്പം കൂടി അവർ കൂടുതൽ ടെൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ടുള്ളവരാണല്ലോ. കാരണം കഴിഞ്ഞ വർഷം അവർക്ക് ഏകദേശം അടുത്തൊക്കെ മാർക്ക് ഉണ്ടായിരുന്നു. എന്നാലും അവരുടെ എയിംസ് ഡൽഹി ഉൾപ്പെടെ 720 മാർക്ക് ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ധാരാളം കുട്ടികളാണ് അവരുടെ പാഠ്യപദ്ധതിയുടെ അവസാന ഘട്ടങ്ങളിലോട്ടുള്ള റിവിഷനിലോട്ട് കടക്കുന്നത്. അപ്പം മെയിൻ 2024 നിന്ന് വ്യക്തമായ പ്ലാനുകളെ കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറയുകയുണ്ടായി. സിലബസിനെ കുറിച്ച് കുറച്ച് പേടിക്കേണ്ടതില്ല. സിലബസിൽ നിന്ന് മാത്രമേ ചോദ്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ. കെമിസ്ട്രിയുടെ ടോപ്പിക്കുകൾ കുറച്ചെന്നോർത്തുകൊണ്ട് ഇൻഓർഗാനിക്കിനോ ഓർഗാനിക്കിനോ വെയിറ്റേജ് കൂടുകയോ കുറയോ ചെയ്തിട്ടില്ല. കൃത്യമായിട്ടും നിങ്ങൾക്ക് ഓർഗാനിക്കിനും ഇൻഓർഗാനിക്കിനും നിങ്ങളെ ഒന്നും ഒഴിവാക്കരുത്. മുഴുവൻ വെയിറ്റേജും ഈക്വലായിട്ട് തന്നെ 3 പാർട്ടിനും കിട്ടും. അപ്പോൾ കെമിസ്ട്രിയെ നിങ്ങൾ ഭയക്കേണ്ടതായിട്ടില്ല. NCERTയുടെ ബയോളജി എന്നും നിങ്ങൾ വായിക്കേണ്ടതായിട്ടുണ്ട്. ആ പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചതാണെങ്കിലും ആ പേജുകൾ നിങ്ങൾ കണ്ടതാണെങ്കിലും എന്നും ഇനി മുതലുള്ള ഒരു ദിവസവും NCERTയുടെ പാഠഭാഗങ്ങൾ കാണാതെ പോകരുത്. NCERTയുടെ ബയോളജിയുടെ ചാപ്റ്ററുകൾ എത്രത്തോളം വായിക്കാൻ പറ്റും, ഒരു ദിവസം 4 ചാപ്റ്റർ വായിക്കാൻ പറ്റിയെങ്കിൽ ആ 4 ചാപ്റ്ററുകൾ അടുത്ത ദിവസവും വായിച്ച് അങ്ങനെ NCERT നിങ്ങൾ നിത്യവും നിങ്ങളുടെ കൂട്ടത്തിൽ എന്നും ഉണ്ടായിരിക്കണം. എപ്പോഴും NCERTയിൽ നിന്ന് വിട്ടൊരു ചോദ്യം നിങ്ങൾക്കുണ്ടാവുകയില്ല. ബയോളജി NCERT, ഫിസിക്സും കെമിസ്ട്രിയും NCERTയുടെ ചാർട്ടുകൾ, ഗ്രാഫുകൾ, അതിൻ്റെ അവസാനമുള്ള വർക്ക് പ്രോബ്ലങ്ങൾ, പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ്, അങ്ങനെ ഫിസിക്സും കെമിസ്ട്രിയും നിങ്ങൾ NCERTയുടെ പാഠഭാഗങ്ങൾ വായിക്കുന്നതിന് പകരം അതിലെ പ്രധാന പോയിന്റുകൾ നോക്കുകയും നിങ്ങളുടെ ലെക്ചർ നോട്ട് നോക്കുകയും ലേണിംഗ് ആപ്പിനകത്തുള്ള ക്വസ്റ്റ്യനുകൾ നോക്കുകയും ചെയ്യുക. അതോടൊപ്പം ഏത് ചാപ്റ്റർ പഠിക്കാൻ എടുത്തു കഴിഞ്ഞാലും പുതിയതായിട്ടാണെങ്കിലും ഏത് ചാപ്റ്റർ പഠിക്കാൻ നിങ്ങൾ എടുക്കുന്നു അതിന് തൊട്ട് മുമ്പ് 2020 മുതൽ 2023 വരെയുള്ള ഈ കഴിഞ്ഞ 4 വർഷങ്ങളിൽ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങൾ എന്തായിരുന്നു, ഏത് ഫോക്കസിലാണ് ചോദിച്ചതെന്ന് നിങ്ങൾ ഒന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ ചാപ്റ്റർ പഠിക്കാനായിട്ട് പോകാൻ. അത് നിങ്ങൾക്ക് കൃത്യമായ പ്ലാനുകൾ നൽകും ഒരു ചാപ്റ്റർ എങ്ങനെ പഠിക്കണം എന്നുള്ളത്. ഇതുവരെ നമ്മൾ ചെയ്തത് നമുക്ക് എളുപ്പമുള്ളതിന് നമ്മൾ കൂടുതൽ പഠിക്കുകയായിരുന്നു. ഇപ്പോൾ ബയോളജി കൂടുതൽ പഠിച്ചവരുണ്ടാകാം, കെമിസ്ട്രി അല്ലെങ്കിൽ ഫിസിക്സ് കുറച്ച് പഠിച്ചവരുണ്ടാകാം. അങ്ങനെ ആവരുത്. ഇനി കൃത്യമായ സമയം ഓരോ ചാപ്റ്റർ പഠിക്കാനും അല്ലെങ്കിൽ ഓരോ സബ്ജക്റ്റ് പഠിക്കാനും കൃത്യമായ സമയം. കാരണം എല്ലാത്തിനും തുല്യമായ ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഒന്നും ഒഴിവാകരുത്. കൃത്യമായ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് എല്ലാ ചാപ്റ്ററുകളിലും എല്ലാ സബ്ജക്റ്റുകളും പഠിക്കാനായിട്ട് നിങ്ങൾ സമയം എടുക്കണം. അതുപോലെ പരീക്ഷകൾ എഴുതുമ്പോൾ ഇനി പരീക്ഷകളുടെ സമയമാണ്. ഒരു ദിവസം തന്നെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ എഴുതേണ്ട സമയമാണ്. അവിടെ അസേർഷൻ റീസൺ ടൈപ്പ്, സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സമയം കൂടുതൽ ചിലവായാൽ എങ്ങനെ നമ്മൾ സ്കിപ്പ് ചെയ്ത് അടുത്ത് നമുക്ക് പറ്റുന്ന 180 ചോദ്യങ്ങളിൽ എല്ലാവർക്കും എഴുതാൻ പറ്റിയ 150-160 ചോദ്യങ്ങളുണ്ട്. അവയെ നമുക്ക് എത്രയും പെട്ടെന്ന് എങ്ങനെ കണ്ടെത്താൻ സാധിക്കും? നെഗറ്റീവുകളെ പേടിച്ച് അറ്റൻഡ് ചെയ്യാതിരിക്കുകയല്ല, 180 എണ്ണവും അറ്റൻഡ് ചെയ്തിട്ട് നെഗറ്റീവുകൾ കുറയ്ക്കാൻ ശ്രമിക്കുക. നെഗറ്റീവ് കുറയ്ക്കാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോൾ പലരും എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ അല്പം സംശയമുള്ളത് വിടും. മോഡൽ എക്സാമുകളിൽ അവർ കൂടുതൽ അറ്റൻഡ് ചെയ്യാതിരിക്കും. അങ്ങനെയല്ല,
180 എണ്ണവും അറ്റൻഡ് ചെയ്തിട്ട് അതിൽ നെഗറ്റീവ് വരുന്നത് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. മുഴുവൻ അറ്റൻഡ് ചെയ്യാനുള്ള ശ്രമം നടത്തുക. പുതിയത് പഠിക്കാതെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, എല്ലാവരും പഠിച്ചു തീർന്നിട്ടുള്ള എന്നുള്ളത് എല്ലാവരുടെയും ആവലാതിയാണ്. 20 ലക്ഷം പേരുടെയും ആവലാതിയാണ് പഠിച്ചു തീർന്നില്ല എന്നുള്ളത്. നന്നായിട്ട് തിയറി പഠിച്ചിട്ടുണ്ട്. റിപ്പീറ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ കോൺഫിഡൻസ് ലെവൽ അതാണ്. ജൂൺ മുതൽ ജനുവരി ഉള്ള സമയത്ത് കൃത്യമായ പാഠഭാഗങ്ങളോട് നിങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ഇനി പരീക്ഷകളുടെ സമയമാണ്. ഒരു ദിവസം എത്രത്തോളം ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമോ ആ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രത്തോളം ക്വസ്റ്റ്യനിലൂടെ കടന്നു പോവുക. ചാപ്റ്ററുകൾ നോക്കുമ്പം തൊട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് അതിലെങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കിയിട്ട് ചെയ്യാനായിട്ട് സമയം കാണിക്കുക. അതുപോലെ കൃത്യമായിട്ട് ഉറങ്ങുക. ഓരോ മോഡൽ എക്സാമിന് മുമ്പും കൃത്യമായിട്ട് നിങ്ങൾ പിറ്റേ ദിവസമാണ് നീറ്റ് എക്സാം ആ ഓരോ മോഡൽ എക്സാമുകളും നീറ്റാണ്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ 6 മണിക്കൂർ ഉറങ്ങിയിരിക്കണം. കൃത്യമായ ആഹാര രീതികൾ, അതുപോലെ തന്നെ ഉച്ച സമയത്ത് 2 മുതൽ 5:20 വരെയാണ് എക്സാം വരുന്നത്. അതിനൊരു അരമണിക്കൂർ മുമ്പെങ്കിലും, ഏറ്റവും മിനിമം അരമണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ എക്സാം ഹാളിൽ കയറേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നീറ്റിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ തയ്യാറെടുപ്പുകളിലേക്ക് കടക്കേണ്ട ഒരു സമയമാണ് കുട്ടികളെ സംബന്ധിച്ചുള്ളൂ. അപ്പം ആ രീതിയിൽ നമുക്ക് നീറ്റിന് വേണ്ടിയിട്ട് ഏറ്റവും ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളെ ഏറ്റവും ഷാർപ്പ് ചെയ്യേണ്ട വരുന്ന 70 ദിവസങ്ങളാണ് ഓരോ കുട്ടികൾക്കും മുമ്പിലുള്ളത്. നിങ്ങളുടെ മാർക്കിനെയോ റിസൾട്ടിനെയോ ഒന്നും നിങ്ങളിപ്പോൾ അപഗ്രഥിക്കരുത്. എത്രത്തോളം നിങ്ങൾക്ക് ക്വസ്റ്റ്യനുകൾ ചെയ്യാൻ പറ്റുമോ, എത്രത്തോളം NCERT നിങ്ങൾക്ക് ഇറങ്ങാൻ കഴിയുമോ, തീർച്ചയായിട്ടും ആ വാക്ക് നിങ്ങൾ വീണ്ടും ഓർക്കുക. NCERT നിങ്ങളുടെ ഒരു കയ്യിലുണ്ടാവണം. NCERT ഇറങ്ങാൻ പറ്റുമോ അത്രത്തോളം മെയ് 5-ാം തീയതി കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് പരീക്ഷ എഴുതാനും ഏറ്റവും സിമ്പിളായിട്ടുള്ള ഡയറക്റ്റുള്ള ചോദ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അതിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ അത് പെർഫോം ചെയ്യാൻ സാധിക്കണമെങ്കിൽ NCERT നിങ്ങൾ ഡെയിലി കടന്നു പോയേ പറ്റുള്ളൂ. അങ്ങനെ ഏറ്റവും ഷാർപ്പ് ചെയ്യേണ്ട ഒരു 70 ദിവസം നിങ്ങൾക്ക് മുമ്പിലുണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ ഗോൾഡൻ 70 days ആണ് ഇനി ഓരോരുത്തർക്ക് മുമ്പിലുള്ളത്. അപ്പോൾ ഇന്നത്തെ ശിവൻ സാറിനൊപ്പം വൈൻഡപ്പ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ കഴിഞ്ഞ വാരം ചോദ്യങ്ങൾക്കുള്ള മറുപടി ശിവൻ സാറിനൊപ്പം കൃത്യമായ ഉത്തരമെന്ന നമ്മുടെ പ്രോഗ്രാമിനിടയിൽ ഒരു പ്രേക്ഷകൻ കമൻറ്റ് ചെയ്തൊരു കമൻറ്റ് ഞാൻ വായിക്കാം. മറ്റെല്ലാ എൻട്രൻസ് യൂട്യൂബ് ചാനലിൽ നിന്നും ബ്രില്യൻറ്റിനെ വ്യത്യസ്തമാക്കുന്നത് ശിവൻ സാറിൻ്റെ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ കൊണ്ടാണ്. ശിവൻ സാറിൻ്റെ സഹായത്തോടുകൂടി കൃത്യമായ ഇൻഫർമേഷൻ ഫോളോ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് സക്സസ് ആയിട്ട് ആപ്ലിക്കേഷൻ സമർപ്പിക്കാൻ സാധിച്ചു. ഒരുപാട് നന്ദി ശിവൻ സാർ. എന്നാണ് പ്രേക്ഷകൻ കമൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ ഒരുപാട് പ്രേക്ഷകർക്കാണ്, ഒരുപാട് മാതാപിതാക്കൾക്കാണ്, ഒരുപാട് കുട്ടികൾക്കാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമുകളിലൂടെയൊക്കെ ഒരുപാട് ഇൻഫർമേഷൻസ് ലഭിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് കൃത്യമായി അവരുടെ ആപ്ലിക്കേഷൻ ആവട്ടെ അല്ലെങ്കിൽ പഠന രീതികളെ പോലും ക്രമീകരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് എന്ന് കേൾക്കുന്നതിൽ ഞങ്ങൾക്കും വലിയ സന്തോഷമുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകരിൽ ഒരാളായി നിന്നുകൊണ്ടാണ് ശിവൻ സാർ ഓരോ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി തരുന്നത്. സ്വാഭാവികമായിട്ട് നിരവധി വർഷങ്ങളായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ഒരുപാട് പേരുടെ ചോദ്യങ്ങൾ എന്തായിരിക്കാം, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരന് പോലും കൃത്യമായ മറുപടി എങ്ങനെ നമ്മൾ കൊടുക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കൃത്യമായ ബോധ്യം ശിവൻ സാറിനുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശിവൻ സാർ തയ്യാറെടുക്കുന്നതും നിങ്ങളുടെ മുന്നിലേക്ക് കൃത്യമായ ഉത്തരങ്ങളുമായി എത്തുന്നതും. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ചെറിയ ചെറിയ സംശയങ്ങൾ ഈ പ്രോഗ്രാമിൻ്റെ ഇടയിലും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അതിനുള്ള കൃത്യമായ മറുപടിയുമായി വരുന്ന വാരം ഞങ്ങൾ എത്തുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രേക്ഷകർക്കും ഹൃദയത്തിൽ നിന്നും ആത്മാർത്ഥമായ നന്ദി. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.